സഹതാപം തോന്നാന്നറിയില്ലേ? ആ, അതാണ് സംഭവം. അതായത് ഇപ്പൊ ഞാന് ഒരു വീഡിയോ ഒരുത്തന്റെ, അതായത് നമ്മളൊരു സുഹൃത്തിന്റെ കെ കുത്ത് പി കുത്ത് ജിജിത്ത്, അവന്റെ വീഡിയോ ആയിട്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്ത് അവന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്താണ്. അതിന്റെ പേരിലുണ്ടായ പുകിലുകളുടെ വോയിസുകൾ അവൻ എനിക്ക് ഇട്ടതൊക്കെ ഞാനിപ്പോ യൂട്യൂബില് ഇന്നലെ പോസ്റ്റ് ചെയ്തു, ഇനിയിപ്പോ ഇന്ന് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്നെ കണ്ടോടുന്നിട്ട് തല്ലുന്നാണ്. 3 ദിവസമായിട്ടാ പറഞ്ഞിട്ട്, 3 ദിവസമായി. ഇതുവരെ ബാത്തിക്കൊന്നും വന്നിട്ടില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ട്. വന്ന് തല്ലുകയാണെങ്കിൽ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൻ വന്ന് തല്ലട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആ തല്ല് ഒന്നുകിൽ ഞാൻ കൊള്ളും, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചും തല്ലും. അപ്പൊ ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടില് എന്റെ കൈ പിടിച്ച് നടന്നിരുന്ന പയ്യൻ എവിടേക്ക്, സ്കൂളിലേക്ക്, അവൻ 5ാം ക്ലാസ്സിലുള്ളപ്പോ ഞാൻ 10ാം ക്ലാസ്സിലാണ്. അങ്ങനെ നടന്ന്, പിന്നെ അതേപോലെ ബൈക്ക് ഓടിക്കാൻ അവനെ പഠിപ്പിച്ചു കൊടുത്ത്, കാർ ഓടിക്കാൻ അവനെ പഠിപ്പിച്ചു കൊടുത്ത്, എല്ലാ വിധത്തിലും. പിന്നെ അവൻ പെയിന്ററായി നമ്മളെ പാവം തോന്നിയിട്ട് ബാക്കി നല്ല പെയിന്റർമാരെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, അവന് പണി കൊടുത്ത്, പഴയ വീട്ടിലും അതേപോലെ പുതിയ വീട്ടിലും അവന് പണി കൊടുത്ത് കുറെ തവണ, 1-2 തവണയൊക്കെ പെയിന്റിങ്ങിനും അവനെ തന്നെ വിളിക്കാറ്. അവന്റെ കൂടെ അവന്റെ കൂടെ അല്ല, എന്റെ കൂടെ അവന് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോയി ആ സമയത്തുണ്ടായ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഞാന് അതിനെ ഒരു AI ക്രിയേഷൻ ആക്കിയത്. അത് അവനും ഞാനും കൂടെ ഉള്ള ഫോട്ടോ ആണ്. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് തന്നെയാണ് വരുന്നത്. ആ നമ്പർ വേണമെങ്കിൽ നോക്കണം. ഇത് ഒന്നുകിൽ ചിലപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് വലിയൊരു വിഷയമാവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്തെന്ന് വരും. പക്ഷെ ആ നമ്പർ അവിടെ സ്കിപ്പായി കിടക്കും. എന്നാലും പറയേണ്ടത് പറയണല്ലോ. അപ്പൊ ഈ കെ കുത്ത് പി കുത്ത് കെ പി ജെയുടെ ഒക്കെ ഒരു വിചാരം എന്താന്ന് വെച്ചാല്, അവനൊക്കെ ഒന്ന് എന്തോ ആയിട്ടുണ്ട് എന്നാണ്. സംഗതി നന്നായി അധ്വാനിച്ചിട്ടുണ്ട്. പാവം പയ്യനാണ്. ജനിച്ചു വീണതേ ഒരു ഓല ഷെഡിലാണ്. ആ ഓല ഷെഡിന്റെ പിന്നെ അവർക്ക് ആ വീട് പൊളിഞ്ഞ സമയത്ത് ഒരു ചെറിയൊരു ഷെഡിലേക്ക് മാറി. പിന്നെ അവർ വീട് പണിത് കുഴപ്പമില്ലാത്തൊരു വീടൊക്കെ ആയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിക്കാരനുമാണ്. നല്ലൊരു പെയിന്ററുമാണ്. നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പെയിന്ററുമാണ്. പക്ഷെ ഇച്ചിരി വകതിരിവ് ഉണ്ടായില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം ആള് പണിയെടുത്ത് ആളുടെ പെങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ച് അത്യാവശ്യം നല്ല നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവനും പഠിച്ച്, പക്ഷെ ഇന്നും പെയിന്ററായിട്ട് പോവാണ്. പക്ഷെ ഇച്ചിരി വകതിരിവ് ഇല്ലാത്തതുകൊണ്ടാണ് അവന് ഈ രീതിയിലൊക്കെ എന്നോട് സംസാരിക്കേണ്ടി വന്നത്. അവന് ഇച്ചിരി വകതിരിവ് ഉണ്ടെങ്കിൽ വന്ന് തല്ലാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. വാ, വന്ന് തല്ല്.